കോഴിക്കോട് അഴിഞ്ഞിലത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടിലേക്ക് ഇടിച്ചു കയറി വീട്ടുകാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. രാവിലെ സർവീസ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് പോവുകയായിരുന്നതിനാൽ ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. കിടപ്പ് മുറിയുടെ ഭിത്തി ഉൾപ്പെടെ തകർന്നു. KM ബിജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഫറൂഖ് കോളേജിന് സമീപത്തു നിന്നും അഴിഞ്ഞിലത്തേക്ക് ബൈപ്പാസിലേക്ക് പോകുന്ന റോഡാണിത്. നിരവധി വാഹനങ്ങൾ ഈ റോഡിൽ പോകാറുണ്ട്. മെഡിക്കൽ കോളേജ്, ഫറൂഖ് കോളേജ് റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സിറ്റി ബസ്സാണ്. ഈ ബസ് നിയന്ത്രണം വിട്ട് ഇവിടെ ഈ വീട്ടിൻ്റെ ഒരു വലിയ സംരക്ഷണ മതിലുണ്ടായിരുന്നു. ആ മതിൽ ഇടിച്ച് തെറിച്ച ശേഷം ബസ് നേരെ പോയി തൊട്ട് താഴെയുള്ള വീടിൻ്റെ ഭിത്തിയിൽ കൊണ്ടിച്ച് ഇടിക്കുകയായിരുന്നു. സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ആളുകളെ എടുക്കാൻ വേണ്ടി പോകുന്ന ബസ്സായതുകൊണ്ടാണ് ഈ ബസ്സിൽ ആളുകൾ ഉണ്ടാകാതിരുന്നത്. എന്താണ് ഉണ്ടായതെന്ന് പറയാമോ? ഞാൻ രാവിലെ ഉറങ്ങേനി. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഒച്ച കേട്ടിട്ട് എണീച്ച് നോക്കിയപ്പോൾ റൂം ഫുള്ളും പുകയായി കിടക്കണം. വന്ന് നോക്കുമ്പോണ്ട് വണ്ടി ഇടിച്ച് കയറി കിടക്കണം. ഗ്ലാസ്സും എല്ലാം പൊട്ടി, ഉള്ളിൽ ആ കല്ല് തെറിച്ച് കയറിയിട്ടുണ്ട് ഉള്ളിലേക്ക്. അത്രയും സ്പീഡിലായിരിക്കണം ബസ് വന്നിട്ടുണ്ടാവുക. ഈ ബസ് അവിടെ ഇടിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും തിന്നി അങ്ങോട്ട് മാറിയത്. ഇല്ലെങ്കിൽ നേരെ ആ ബെഡ്റൂമിലേക്കായിരുന്നു ബസ് പോകേണ്ടിയിരുന്നത്. അവളവിടെ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെങ്ങനെ പുറത്തെടുത്തു? അല്ല, ആളില്ലേനി. ഇടിക്കുമ്പോൾ ആള് പുറത്തുനിന്ന് അവിടുന്ന് ചാടിയിട്ടുണ്ടെന്നാ കേൾക്കണേ. സ്വയം നടന്നു പോയി, ഓട്ടോ കയറി പോയി എന്നൊക്കെ വീഡിയോയിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല, കാല് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഒരു വർഷം മാത്രം മുമ്പ് ഉണ്ടാക്കിയ വീടാണ്. ആ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർത്തു. അതിനുശേഷം ഈ വീടിൻ്റെ ഭിത്തി തന്നെ തകർന്ന് ഇതിൻ്റെ മതിലിൻ്റെ കഷ്ണമൊക്കെ ഇതിനകത്തേക്ക് വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല ഇവിടെ ബെഡ്റൂമാണ്, ഇവിടെ കിടക്കയൊക്കെ ഉണ്ട്. അവിടെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ബസ് നേരെ വന്ന് ഇടിച്ച് കയറിയത്. ക്യാമറ K സുനിലിനൊപ്പം KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.